നമ്മൾ ഇംഗ്ലീഷിലെ വളരെ കോമൺ ആയിട്ട് പലപ്പോഴും പറയാറുള്ള ഒരു വാചകമാണ് യു ക്യാൻ ഡു മച്ച് ബെറ്റർ അല്ലെങ്കിൽ യു ക്യാൻ ഡു മോർ ബെറ്റർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. എന്നാലും നമ്മൾ ഈ സംഭവത്തിൽ ഈ മോർ ബെറ്റർ അല്ലെങ്കിൽ മച്ച് ബെറ്റർ എന്നൊക്കെ പറയണേക്കാളും ഭേദം നമ്മൾക്ക് യു ക്യാൻ ഡു ബെറ്റർ എന്ന് പറഞ്ഞാലും മതി. മനസ്സിലായോ? കാരണം ബെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്യുന്നതിനേക്കാളും നന്നാക്കി ചെയ്യാൻ ഇനി സാധിക്കും എന്നാണ് പറയുന്നത്. നീ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും വളരെയധികം നന്നാക്കി ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ കൂടുതൽ നന്നാക്കാൻ സാധിക്കുന്നു അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. യു ക്യാൻ ഡു ബെറ്റർ. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. വളരെ എന്താ പറയുക, നമ്മൾ പലപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് അതല്ലേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയില്ലേ? അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇത്തരത്തിൽ നമുക്ക് ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അടുത്തൊരു സംഭവമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക, നമ്മൾ പറയും ഈറ്റിംഗ് എന്ന് പറയും അല്ലേ. ഭക്ഷണം കഴിക്കുക, ഈറ്റിംഗ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെന്ന് പറയും ഐ ആം ഈറ്റിംഗ് ലഞ്ച് എന്നാണോ നമ്മൾ പറയാം. നമ്മൾ ചില ആളുകളെങ്കിലും തെറ്റിയിട്ട് പറയാറുണ്ടാവും ഐ ആം ഈറ്റിംഗ് ലഞ്ച് എന്നൊക്കെ പറയാറുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈറ്റിംഗ് ലഞ്ച് എന്നല്ല കേട്ടോ പറയാം, ഐ ആം ഹാവിങ് ലഞ്ച് എന്നാണ് പറയുക. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ പ്രവൃത്തിനെ നമുക്ക് വേണമെങ്കിൽ ഈറ്റിംഗ് എന്ന് പറയാം. ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം ഹാവിങ് ലഞ്ച്. മനസ്സിലായില്ലേ? ഐ ആം ഹാവിങ് ലഞ്ച്, അല്ലാണ്ട് ഐ ആം ഈറ്റിംഗ് ലഞ്ച് എന്നല്ല പറയാം. ജസ്റ്റ് ചെറിയൊരു ചേഞ്ച് മാത്രമാണ്. ഏത് പുതിയൊരു അറിവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലോ അറിയിച്ചോളൂട്ടോ. രണ്ട് വാചകമാണ് നമ്മൾ പറഞ്ഞല്ലേ. യു ക്യാൻ ഡു മോർ ബെറ്റർ അല്ലെങ്കിൽ മച്ച് ബെറ്ററിന് പകരം യു ക്യാൻ ഡു ബെറ്റർ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഐ ആം ഈറ്റിംഗ് ലഞ്ച് എന്നതിന് പറയുന്നതിന് പകരം ഐ ആം ഹാവിങ് ലഞ്ച് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.